നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വിആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഓൺലൈൻ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാക്കുളം വലിയ തറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വിആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:15ഓടെയായിരുന്നു സംഭവം. പാലക്കാട് ഭാഗത്തേക്ക് സോപ്പ് നിർമ്മാണത്തിനുള്ള അമോണിയ കെമിക്കൽ കയറ്റിവന്ന ലോറിയാണ് ബൈക്കിലിടിച്ചത്. ലോറിക്കടിയിൽപ്പെട്ട ബൈക്കിനെ 20 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി. അനീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിൽ മിനി ലോറിക്ക് തീ പിടിക്കുകയും ചെയ്തു. ലോറി പൂർണ്ണമായും കത്തി നശിച്ചു. ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. പോട്ട ആശ്രമം റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് മിനി ലോറി ബൈക്കിലിടിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. മരപ്പണിക്കാരനായ അനീഷ് ജോലിക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. മീഡിയ ടൈം, ചാലക്കുടി. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഓൺലൈൻ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയ ഒരാൾ അറസ്റ്റിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കാറളം സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട ആകൃഷ്ടനായ കാറളം സ്വദേശിയെ ഷെയർ ട്രേഡിംഗിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ലിങ്കും ട്രേഡിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചു കൊടുത്ത് ഷെയർ ട്രേഡിംഗ് നടത്തിച്ച് 2024 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവുകളിലായി കാറളം സ്വദേശിയുടെ ഇരിങ്ങാലക്കുടയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുമായി പല തവണകളായിട്ടാണ് 1,34,50,000 രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. ഈ പണത്തിൽ ഉൾപ്പെട്ട 9 ലക്ഷം രൂപ ഇരിങ്ങാലക്കുടയിലെ ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും 8,50,000 രൂപ കൊമ്പടിഞ്ഞാമാക്കലുള്ള ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും പിൻവലിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന് ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് തട്ടിപ്പുകാർക്ക് നൽകുകയും ആയതിൻ്റെ കമ്മീഷനായി 10,000 രൂപ 2 തവണകളായി കൈപ്പറ്റി തട്ടിപ്പിന് കൂട്ടുനിന്നതിനുമാണ് ആസ്റ്റൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തത്. DCRB DYSP സുരേഷ് SY, സൈബർ SHO വർഗീസ് അലക്സാണ്ടർ, SI ബെന്നി ജോസഫ്, SI ജോബി, ഗാസി അനൂപ്, അജിത് കുമാർ, അനീഷ്, സുദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ആസ്റ്റലിനെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാക്കുളം വലിയ തറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് കഴുത്തിന് പരിക്കേറ്റത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടുകുളം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. റോഡിനു കുറുകെ ഉയർന്നു കിടന്നിരുന്ന കേബിൾ അനുപമയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലേറ്റുംകര ഉണ്ണിമിശിഹ പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി പത്മനാഭനെ കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ പോലീസ് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി 1000 ഏക്കർ ചാക്യാങ്കൽ വീട്ടിൽ പത്മനാഭനെ തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മനാഭൻ കുന്നംകുളം, കൊടുങ്ങല്ലൂർ, മാള പോലീസ് സ്റ്റേഷനുകളിലടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാള SI KR സുധാകരൻ ക്ലാസ് എടുത്തു.
അപ്പൊ ആ മനസ്സമാനം പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണം, പോലീസ് ഉണർവോടെ പ്രവർത്തിക്കണം. ഞാൻ ഒരു മാസമായിട്ടുള്ളൂ ഈ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാള പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എൻ്റെ പേര് KR സുധാകരൻ. ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് മാളയിലെ എല്ലാ ജനങ്ങളുടെയും അവരുടെ നാഡി സ്പന്ദനം പോലും എനിക്കറിയാം. കാരണം ഞാനും മുരുകേഷ് സാർ ഉൾപ്പെടെയുള്ളവര് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കള്ളന്മാരെ പിടിക്കാൻ, തല്ലുണ്ടാവുന്നത് ഒഴിവാക്കാൻ, മറ്റു സാമൂഹിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇവിടെ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആശ്രയകേന്ദ്രമാണ്. 2018-ലും 2019-ലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എവിടെയാണ് ആശ്രയം ഉണ്ടായത്? രക്ഷിക്കാൻ എവിടെയുണ്ടായത്? ഈ സ്കൂൾ, ശരിയല്ലേ? ആ സ്കൂളുകളുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ നിരന്തരം സന്ദർശിക്കുന്നു. അപ്പൊ മുരുകേഷ് സാറിനെ പഠിച്ചു വരണം. അപ്പൊ ഞങ്ങളൊന്നും വേണ്ടി വരില്ല. മുരുകേഷ് സാറിന് ക്ലാസ് എടുത്തു. എനിക്ക് ക്ലാസ് എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. ക്ലാസ്സും കണ്ടെടുക്കും. നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങൾ. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷനായി. മാതൃഭൂമി ലേഖകൻ EP രാജീവ്, പ്രധാനാധ്യാപിക ദിവ്യ ദാമോദരൻ, അധ്യാപകരായ PC സുധ, MT വത്സ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ആളുടെ സ്കൂട്ടർ മോഷ്ടിച്ച പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ അമ്പല കോമ്പൗണ്ടിൽ നിന്നും പത്തനംതിട്ട കൊയ്പ്രം കന്തിക്കര വീട്ടിൽ വിഷ്ണുവിന്റെ സ്കൂട്ടർ മോഷ്ടിച്ച ലോകമലേശ്വരം കാവിൽ കടവ് അടിമച്ചാലിൽ വീട്ടിൽ സതീശനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്ക് മോഷണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് കേസന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് സതീശൻ അറസ്റ്റിലാകുന്നത്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, വിഷ്ണു, ഗോപേഷ്, ജിജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. VR പുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഓൺലൈൻ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാക്കുളം വലിയ തറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.